1921 നവംബർ 19 ബ്രിട്ടീഷ് ആധിപത്യത്തിനും ജന്മിത്വത്തിനുമെതിരെ മലബാർ കലാപത്തെ തുടർന്ന് പിടിയിലായവരെ കോയമ്പത്തൂരിലെ ജയിലിലെത്തിക്കാൻ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചത് അന്നാണ്. LV 1711 എന്ന റെയിൽവേയുടെ ജനലോ വായു കടക്കുന്നതിനുള്ള ദ്വാരങ്ങളോ ഇല്ലാത്ത ഇരുമ്പ് വാഗണിലേക്ക് 100ഓളം പേരെ കുത്തിനിറച്ചു. കാൽ കുത്താൻ പോലും ഇടമില്ലാതായ വാഗണിൽ തടവുകാർ ജീവശ്വാസത്തിനായി പരതി. വാഗണിന്റെ വാതിലുകൾ അടഞ്ഞപ്പോൾ ദുരന്തയാത്രയുടെ നിലവിളികളാണ് ഉയർന്നത്. ദിവസങ്ങളായി പോലീസ് കസ്റ്റഡിയിലിരുന്നവരായിരുന്നു പലരും. വെള്ളവും ആഹാരവും അന്യമായിട്ട് ദിവസങ്ങളായി. 180 കിലോമീറ്ററോളം സഞ്ചരിച്ച് പിറ്റേന്ന് കോയമ്പത്തൂരിനടുത്തുള്ള പോത്തന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ എത്തിയപ്പോഴേക്കും 64 പേർ പിടഞ്ഞു മരിച്ചിരുന്നു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരിൽ 6 പേർക്ക് കൂടി പിന്നീട് ജീവൻ നഷ്ടമായി. വാഗണിന്റെ ഇരുമ്പാണി ഊരിപ്പോയ ദ്വാരത്തിൽ മൂക്ക് ചേർത്തുവെച്ച് മാറി മാറി ശ്വാസമെടുത്തവർ മാത്രമാണ് രക്ഷപ്പെട്ടത്. മൃതദേഹങ്ങൾ പിന്നീട് തിരൂരിലെത്തിച്ചു. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ശേഷം ഇന്ത്യയിലുടനീളം വലിയ പ്രതിഷേധങ്ങൾക്കും ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ ക്രൂരതയെക്കുറിച്ചുള്ള വിമർശനങ്ങൾക്കും കാരണമായ സംഭവമായിരുന്നു വാഗൺ ട്രാജഡി. വാഗൺ ട്രാജഡിയുടെ 80ാം വാർഷികത്തിൽ തിരൂർ മുനിസിപ്പാലിറ്റി നിർമ്മിച്ച വാഗൺ ട്രാജഡി മെമ്മോറിയൽ ടൗൺഹാളും 1711 വാഗണിന്റെ മാതൃകയും ദുരന്തത്തിന്റെ ഓർമ്മകൾ ഉണർത്തിക്കൊണ്ട് നിലകൊള്ളുന്നു.